ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തെക്കുറിച്ചൊക്കെയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഡെസേർട്ട് എക്കോസിസ്റ്റത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ലോകത്തിൽ ഒരു 35% എന്ന് പറയുന്നത് മരുഭൂമിയാണ്. അതുപോലെ മഴ വളരെ കുറവുള്ള ഏരിയയാണ് മരുഭൂമി. ഭയങ്കര 25 സെൻറ്റിമീറ്റർ പെർ ഇയർ അത്രയും മഴ നമുക്ക് കിട്ടുകയുള്ളൂ, മരുഭൂമിയിൽ മഴ കിട്ടുകയുള്ളൂ. അതുപോലെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഒരു ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് മരുഭൂമിയിലുള്ളത്. ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡെസേർട്ട് എക്കോസിസ്റ്റം. നമ്മൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം അതുപോലെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലും ഇതുപോലെ ടൈപ്സ് എക്കോസിസ്റ്റത്തിൻ്റെ ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് പഠിച്ചു. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ നമ്മൾ അതുപോലെ ഈ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിലും ഉണ്ട് 3 ട്രോപ്പിക്കൽ ഡിസേർട്ട്, ടെമ്പറേറ്റ് ഡിസേർട്ട്, കോൾഡ് ഡിസേർട്ട്. അതിൽ ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ ഡിസേർട്ട് നോക്കാം. ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്യൂ സ്പീഷീസ് എന്നാൽ അവിടുത്തെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് വളരെ കുറവായിരിക്കും. ദെൻ വിൻഡ് ബ്ലോൺ സാൻഡ് ഡ്യൂൺസ് ആർ കോമൺ. ഈ സാൻഡ് ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഈ മണ്ണൊക്കെ ഇങ്ങനെ കൂന കൂടി നിൽക്കുന്നില്ലേ, അതാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള ഈ സാൻഡ് ഡ്യൂൺസ് വളരെ കോമൺ ആണെന്നാണ് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ ഡിസേർട്ടിന് ഒരു എക്സാമ്പിളാണ് സഹാറ ഡിസേർട്ടും അതുപോലെ താർ ഡിസേർട്ടൊക്കെ ട്രോപ്പിക്കൽ ഡിസേർട്ടിന് എക്സാമ്പിളാണ്. ഇനി സെക്കൻഡ് വൺ ആണ് ടെമ്പറേറ്റ് ഡിസേർട്ട്. ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ഹോട്ട് സമ്മർ ആൻഡ് വെരി കോൾഡ് വിൻ്റർ ആണ്. നല്ല ചൂടുള്ള സമ്മറും അതുപോലെ നല്ല തണുത്ത വിൻ്ററുമാണ് അവിടുത്തെ ഒരു ക്യാരക്ടറൈസേഷൻ സവിശേഷത എന്നുള്ളത്. എക്സാമ്പിളാണ് സൗത്ത് കാലിഫോർണിയയിലെ മജാവെ ഈ ടെമ്പറേറ്റ് ഡെസേർട്ടിന് ഒരു എക്സാമ്പിളാണ്. ഇനി തേർഡ് വൺ ആണ് കോൾഡ് ഡെസേർട്ട്. ക്യാരക്ടറൈസ്ഡ് ബൈ കോൾഡ് വിൻ്റർ ആൻഡ് വോം സമ്മർ. നല്ല തണുത്ത ഒരു വിൻ്ററും അതുപോലെ ഇളം ചൂടുള്ള ഒരു സമ്മറുമാണ് അവിടുത്തെ ഒരു സവിശേഷത. എക്സാമ്പിളാണ് ചൈനയിലുള്ള ഗോബി ഡെസേർട്ട് ഈ കോൾഡ് ഡെസേർട്ടിന് ഒരു എക്സാമ്പിളാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡെസേർട്ട് എക്കോസിസ്റ്റം. ഡെസേർട്ട് എയർ ഈസ് ഡ്രൈ ആൻഡ് ക്ലൈമറ്റ് ഈസ് ഹോട്ട്. നമുക്ക് മരുഭൂമിയിലെ ആ ഒരു എയർ എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും, അതുപോലെ ചൂടുള്ള ഒരു ക്ലൈമറ്റാണ് മരുഭൂമിയിലുള്ളത്. സോയിൽ ഈസ് പുവർ ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിക് മാറ്റർ. അവിടുത്തെ മണ്ണിൽ നമുക്കറിയാം മഴയൊക്കെ വളരെ കുറവാണെന്നറിയാം. അപ്പം അതുപോലെ അവിടുത്തെ മണ്ണിൽ എന്താ ന്യൂട്രിയൻസ് അതുപോലെ ഓർഗാനിക് മാറ്ററൊക്കെ വളരെ കുറവാണെന്നാണ്. അതുപോലെ വെജിറ്റേഷനും കുറവാണ്, പുവറാണ് അവിടെ. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഡെസേർട്ട് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനുമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അബയോട്ടിക് കമ്പോണൻസ്. ഒരു ഡെസേർട്ട് എക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് കമ്പോണൻസ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, റെയിൻഫോൾ, സൺലൈറ്റ്, വാട്ടർ. ഒരു ഡെസേർട്ട് എക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് വെള്ളം, അതുപോലെ സൂര്യപ്രകാശം, ടെമ്പറേച്ചർ, ഇതൊക്കെ തന്നെയാണ്, മഴയൊക്കെ തന്നെയാണ് അവിടുത്തെ നോൺ ലിവിങ് ഇതായിട്ട് വരും, കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി ബയോട്ടിക് കമ്പോണൻസ് നോക്കാം. ലിവിങ് കമ്പോണൻസ് ആണ് ബയോട്ടിക് കമ്പോണൻസ്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ഏതൊക്കെ നോക്കാം. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സണ്ണിൽ നിന്ന് ഡയറക്റ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് പ്രൊഡ്യൂസേഴ്സ്. ഇവിടെയുള്ള പ്രൊഡ്യൂസേഴ്സ് നോക്കാം. ഇൻ ഡെസേർട്ട് മോസ്റ്റ്ലി സക്കുലന്റ് പ്ലാന്റ്സ്, എക്സാമ്പിൾ കാക്ടൈ ആർ ഫൗണ്ട്. കാക്ടൈ എന്ന് പറഞ്ഞാൽ ഈ കള്ളിമുള്ളിച്ചെടിയില്ലേ, അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഡെസേർട്ടിൽ ഉള്ളത്. അപ്പം അത് അങ്ങനെയുള്ള കള്ളിമുള്ളിച്ചെടിയൊക്കെയാണ് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. They have water inside them to stay alive and waxy layer on outside to protect them from sun. അവരുടെ എന്താ പറയുക, അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വെള്ളം അവരുടെ അകത്താണുള്ളത്, അവരുടെ ഇൻസൈഡ് അകത്താണുള്ളത്. അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളമുള്ളത്. അതുപോലെ സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊരു വാക്സി ലെയർ ഉണ്ടെന്നാണ്. എക്സാമ്പിൾ വരുന്നതാണ് ഷെർബ്സ്, ബുഷസ്, സം ഗ്രാസസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, അതുപോലെ ബുഷ്, അങ്ങനെയുള്ള അങ്ങനെയുള്ള പുല്ലുകളൊക്കെയാണ് ഈ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നത്. ഇനി ഇവിടുത്തെ കൺസ്യൂമേഴ്സ് നോക്കാം. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്യുന്നവർ. അപ്പം ഫുഡിന് വേണ്ടി പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്യുന്നവരാണ്, ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് കൺസ്യൂമേഴ്സായിട്ട് വരുന്നത്. ഇവിടെ നോക്കാം കൺസ്യൂമേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ദ ആനിമൽസ് ഡിഗ് ഹോൾസ് ഇൻ ദി ഗ്രൗണ്ട് ടു ലീവിന്. അവിടുത്തെ ആനിമൽസ് ജീവിക്കുന്നത് ഈ മണ്ണിൽ നിലത്ത് കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് അവിടെയുള്ള ആനിമൽസ് ജീവിക്കുന്നതെന്നാണ്. ദേ കം ഔട്ട് അറ്റ് നൈറ്റ് ടു ഫൈൻഡ് ഫുഡ്. അവർ രാത്രി സമയങ്ങളിലാണ് അവർ കുഴിയിൽ നിന്ന് പുറത്ത് വന്ന് അവർ ഫുഡ് കണ്ടുപിടിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സ്ക്വാരൽസ്, മൈസ്, ഫോക്സ്, റെപ്റ്റൈൽസ് ഒക്കെ ഈ കൺസ്യൂമേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഇനി ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്ലാന്റ്സും ആനിമൽസ് അതൊക്കെ ഡെഡ് ആയി കഴിഞ്ഞാൽ അതിനെ ഫീഡ് ചെയ്യുന്നവരാണ് ഡീകമ്പോസേഴ്സ് വരുന്നത്. ഡിസേർട്ട് ഹാസ് പുവർ വെജിറ്റേഷൻ ആൻഡ് animals dead organic matter is decomposed by few decomposers. എക്സാമ്പിൾ ഫംഗസ്, ബാക്ടീരിയ. ഇവിടെയുള്ള ഇപ്പോൾ ഡിസേർട്ട് എക്കോസിസ്റ്റത്തിൽ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ഫംഗസും ബാക്ടീരിയ തന്നെയാണ്. കാരണം ഇത് വെജിറ്റേഷനെ കുറവാണ് ഡിസേർട്ടിൽ. അപ്പം ഈ ആനിമൽസ് അവരൊക്കെ ഡെഡായി കഴിഞ്ഞാൽ, ഈ ചെടികളൊക്കെ പ്ലാന്റ്സ് ഒക്കെ ഡെഡായി കഴിഞ്ഞാൽ അതിനെ ഫീഡ് ചെയ്യുന്നത് ഫംഗസും ബാക്ടീരിയയും തന്നെയാണ്. ഇനി അടുത്ത് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ജൈവ വൈവിധ്യത്തെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി, അതാണ് അതിൻ്റെ മലയാളം മീനിങ് എന്നുള്ളത്.
ഈ പ്ലാന്റ്സ് അതുപോലെ ആനിമൽസ് തമ്മിലുള്ള സ്പീഷീസിൻ്റെ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിലുള്ളത്. അതുപോലെ 3 എന്താ പറയുക വെറൈറ്റി 3 ലെവലുണ്ട്. ഈ ബയോഡൈവേഴ്സിറ്റി 3 തരത്തിലുണ്ട്. ജനറ്റിക് ഡൈവേഴ്സിറ്റി, അതുപോലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അതിലെ ഫസ്റ്റ് വൺ ആണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. നമുക്ക് നോക്കാം. ഈച്ച് മെമ്പർ ഓഫ് എനി ആനിമൽ ഓർ പ്ലാന്റ് സ്പീഷീസ് ഡിഫറെൻറ്റ് വൈഡ്ലി ഫ്രം അതർ ഇൻഡിവിജ്വൽസ് ഇൻ ഇറ്റ്സ് ജനറ്റിക് മേക്കപ്പ് എന്ന്. അപ്പം ഏതെങ്കിലും ആനിമൽസിലോ ആനിമൽസിലോ അല്ലെങ്കിൽ പ്ലാന്റ്സ് സ്പീഷീസിലോ ഉള്ള ഓരോ മെമ്പറും അതിൻ്റെ ജനറ്റിക് മേക്കപ്പിലും ജനിതക രൂപത്തിലും മറ്റ് ഇൻഡിവിജ്വൽസിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണെന്നാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു പൂച്ച എടുക്കാം. പൂച്ച എല്ലാ പൂച്ചകളും സ്പീഷീസ് സെയിം ആണ്, പക്ഷേ എല്ലാം ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. ചിലതിൻ്റെ സൈസിലും അതുപോലെ കളറിലും മൊത്തത്തിൽ ഡിഫറൻസ് ഉണ്ട്. ഓരോ നോക്കിയാൽ എല്ലാം ഒരുപോലെ അല്ലായിരിക്കും. സ്പീഷീസ് സെയിം ആണെങ്കിലും ജീന് ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഒരു ഫ്ലവർ എടുത്ത് നോക്കിയാൽ നമുക്ക് റോസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, എല്ലാം ഒരേ കളറല്ല. പല സ്പീഷീസ് സെയിം ആണെങ്കിലും പല കളറുള്ള റോസ് ഉണ്ട്, അതുപോലെ പല സൈസിലുള്ളതുണ്ട്. അപ്പം അതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഒരു ട്രീ എടുത്ത് നോക്കിയാലും നമ്മുടെ ഒരു ഇപ്പം നെല്ലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, നെല്ല് പല സ്പീഷീസ് സെയിം ആണെങ്കിലും പല ടൈപ്പുള്ള ജീന് പല ടൈപ്പുള്ളതുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ എടുക്കുന്നതല്ല, നമുക്കറിയാം ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഹോമോസാപ്പിയൻസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാവരും ഒരുപോലെ സ്പീഷീസ് സെയിം ആണ്, എല്ലാവരും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. പലരും ഇപ്പം ചില ആൾക്കാരുടെ കളറില്ല, അതുപോലെ സൈസിലെല്ലാം ഡിഫറെൻ്റ് ഇല്ലേ. അപ്പം എല്ലാവരും ഒരുപോലെയല്ല ഇരിക്കുന്നത്. അപ്പം ഒരു ബയോഡൈവേഴ്സിറ്റിയിലെ ഏറ്റവും ബേസായ സോഴ്സ് ആണ് ജീൻസ് ആണ് വരുന്നത്. This difference is due to the large number of different composite genes. ഈ ഡിഫറൻസ് കാരണം ജീൻസിന്റെ ഡിഫറെൻറ്റ് കോമ്പോസിന്റെ വലിയ എണ്ണമാണെന്നാണ് ഈ ഒരു ഡിഫറൻസിന്റെ കാരണം. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്തി ബ്രീഡിംഗ് പോപ്പുലേഷൻ ഓഫ് എ സ്പീഷീസ്. ഒരു സ്പീഷീസിന്റെ ഹെൽത്തി ബ്രീഡിംഗ് പോപ്പുലേഷൻ, ആരോഗ്യപരമായ ബ്രീഡിംഗ് പോപ്പുലേഷന് ഇത് എസെൻഷ്യൽ അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത്. If the number of breeding individuals is reduced, the difference of genetic makeup is reduced. This will lead to genetic anomalies and that species will vanish. ഈ ബ്രീഡിംഗ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ ഈ ജനിതക രൂപത്തിൻ്റെ ആ ഒരു വ്യത്യാസം കുറയുമെന്നാണ്, ജനറ്റിക് മേക്കപ്പ് അത് കുറയുമെന്നാണ് പറയുന്നത്. ഇത് ജനിതക വൈകല്യങ്ങളിലേക്ക് നയിക്കുകയും ആ ഇനം വാനിഷായി വാനിഷായി പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ദിസ് വൈഡ് വെറൈറ്റി ഓഫ് വൈൽഡ് സ്പീഷീസ് ഫോംസ് gene spot from which our crops and domestic animals have been developed over years. ഈ വൈവിധ്യമാർന്ന വൈൽഡ് സ്പീഷീസ് ജീൻ സ്പോട്ട് രൂപപ്പെടുന്നതാണ്. അത് നമ്മുടെ ക്രോപ്സ് നമ്മുടെ വിളകൾക്ക് അതുപോലെ നമ്മുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ വർഷങ്ങളായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ ഡിഫറെൻറ്റ് സ്പീഷീസിനിടയിലാണ് നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നത്. ഇറ്റ് മീൻസ് ദ നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ എ റീജിയൻ. ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഇപ്പം പ്രസൻ്റ് ആയിട്ട് ഇപ്പം നിലവിലുള്ള പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെ എണ്ണം, അതാണ് ഇതിനർത്ഥം. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് സീൻ ഇൻ എവറി എക്കോസിസ്റ്റം. എന്നാൽ ഈ ഒരു ഡൈവേഴ്സിറ്റി എല്ലാ എക്കോസിസ്റ്റത്തിലും കാണപ്പെടുന്നുണ്ട്. Artificial modern agricultural ecosystem have a lower diversity of crops than traditional farming system. ഒരു ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റത്തിനേക്കാൾ ആർട്ടിഫിഷ്യൽ മോഡേൺ അഗ്രികൾച്ചർ എക്കോസിസ്റ്റത്തിന് ആ ക്രോപ്സിൻ്റെ വിളകളുടെ ഡൈവേഴ്സിറ്റി കുറവാണെന്നാണ് പറയുന്നത്. ഇൻ ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റം മൾട്ടിപ്പിൾ ക്രോപ്സ് ക്യാൻ ബി പ്ലാന്റ്. ഒരു ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റത്തിൽ ഒന്നിലധികം ഈ ക്രോപ്സ് വിളകളൊക്കെ നടാമെന്നാണ് പറയുന്നത്. ഏരിയ ദാറ്റ് ആർ റിച്ച് ഇൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആർ കോൾഡ് ഹോട്ട്സ്പോട്ട് ഓഫ് എ ഡൈവേഴ്സിറ്റി. ഒരു ഒരുപാട് സ്പീഷീസ് ഉള്ള ഒരു ഏരിയയിൽ ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള ആ ഡൈവേഴ്സിറ്റിനെ പറയുന്ന പേരാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് എമംഗ് 15 നേഷൻസ് ഇൻ ദി വേൾഡ് ദാറ്റ് ആർ എക്സെപ്ഷണലി റിച്ച് ഇൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഒരുപാട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള 15 ലോകരാജ്യങ്ങളിൽ ഇന്ത്യയും ഇൻക്ലൂഡ് ആണെന്നാണ് പറയുന്നത്. ഇനി തേർഡ് വണ്ണാണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്.
These are large number of different ecosystem on Earth, each having their own different species based on the differences in the habitat. അപ്പം ഭൂമിയിലെ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിൽ നിന്നും ഓരോന്നിനും ഹാബിറ്ററ്റിലെ ഡിഫറൻസിനെ ബേസ് ചെയ്ത് അവയ്ക്ക് ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടെന്നാണ്. അപ്പം നമുക്കറിയാം പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. ഇപ്പം ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ പോണ്ട് എക്കോസിസ്റ്റം ഉണ്ട്, മൗണ്ടൻ എക്കോസിസ്റ്റം ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെയുള്ള സവിശേഷ എക്കോസിസ്റ്റം ഒക്കെ ഈ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ്. ഈച്ച് റീജിയൻ ഹാസ് മാൻ മോഡിഫൈഡ് ഏരിയ സച്ച് ആസ് ഫാം ലാൻഡ്. പറഞ്ഞാൽ ഓരോ റീജിയണും നമ്മുടെ ഫാം ലാൻഡ് പറഞ്ഞാൽ കൃഷിസ്ഥലം പോലുള്ള സ്ഥലമൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തു മോഡിഫൈ ചെയ്യുന്നുണ്ടെന്നാണ്. ഓരോ പ്രദേശവും അങ്ങനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെന്നാണ്. An ecosystem is referred as natural when it is undisturbed by human activities and modified when it's changed to other uses like farmland. An ecosystem is defined as a natural. ഓരോ എക്കോസിസ്റ്റത്തെ നമുക്ക് നാച്ചുറൽ എന്ന് വിളിക്കാം. എപ്പോൾ when it is undisturbed by human activities and modified when it's changed to the other use like farmland. നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥം ഉണ്ടാകുകയും അതുപോലെ ഈ കൃഷിസ്ഥലം പോലുള്ള മറ്റ് ഉപയോഗങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുമ്പം ആ ഒരു എക്കോസിസ്റ്റം നമുക്ക് നാച്ചുറൽ എന്ന് വിളിക്കാനാണ്. Then if the natural ecosystem is overused, then it is productivity decreased and finally it degraded. ഈ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം ഒരുപാട് അമിതമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ അതെന്ന് പറയുന്നത് അധംപതിച്ച് പോകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ ബയോഡൈവേഴ്സിറ്റി നമുക്ക് എങ്ങനെ സംരക്ഷിക്കാന്നാണ്. നമുക്ക് രണ്ട് രീതിയിൽ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻസിറ്റു കൺസർവേഷനും സെക്കൻഡ് വൺ എക്സിറ്റു കൺസർവേഷനും. അതിൽ ഇനി ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വിത്തിൻ ഹാബിറ്ററ്റ് ആണ്. ആ ഹാബിറ്ററ്റിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അവരെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അവർ ആ ഒരു പ്രകൃതിയിൽ തന്നെ വെച്ച് അവരെ കൺസേർവ് ചെയ്യുന്നത്. In situ conservation involves the protection of biodiversity within its natural habitat where the species naturally occur. Example, biosphere reserves, national park, wildlife sanctuaries, etc. അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് തന്നെ ആ സ്പീഷീസ് അവിടെ വെച്ച് തന്നെ ആ ഹാബിറ്ററ്റ് വെച്ച് തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിളാണ് ബയോസ്ഫിയർ റിസർവ്സ്, അതുപോലെ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ അതുപോലെയുള്ളതൊക്കെ അതിന് ഈ ഒരു ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആണെന്നാണ്. എ ബയോസ്ഫിയർ കവർ ദി ഏരിയ മോർ ദാൻ 5000 സ്ക്വയർ കിലോമീറ്റർ. ഒരു 5000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഒരു ബയോസ്ഫിയർ കവർ. അതാണ് ബയോസ്ഫിയർ. അത്രയും വലിയ ഒരു ഏരിയ ആയിരിക്കും ബയോസ്ഫിയർ റിസർവ്സ് വരുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി സ്പീഷീസ് ഫോർ ലോങ് ടൈം. ഈ ഒരുപാട് നാളത്തേക്ക് നമുക്ക് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന് എക്സാമ്പിൾ ആണ് നീലഗിരി പറഞ്ഞാൽ കർണാടകയിൽ, കേരളം, തമിഴ്നാട്ടിലുള്ള നീലഗിരി, അതുപോലെ വെസ്റ്റ് ബംഗാളിലുള്ള സുന്ദർബൻസ് ഒക്കെ ഇതിൽ ഈ ഒരു ബയോസ്ഫിയർ റിസർവിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത് എ നാഷണൽ പാർക്ക് കവറിങ് ആൻ ഏരിയ എബൌട്ട് 100 to 500 സ്ക്വയർ കിലോമീറ്റർ. 100 മുതൽ 500 സ്ക്വയർ കിലോമീറ്റർ വരെ ഈ ഒരു നാഷണൽ പാർക്ക് അത്രയും ഒരു വലിയൊരു ഏരിയ തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. വൺ ഓർ മോർ നാഷണൽ പാർക്സ് ഓക്യുപ്പൈസ് ഇൻ സെയിം ബയോസ്ഫിയർ. എക്സാമ്പിൾ ഗിർ ഗുജറാത്ത്, പെരിയാർ കേരള, ബന്ദിപ്പൂർ കർണാടക, കോർബറ്റ് യു പി. ഇതിന് ഈ നാഷണൽ പാർക്കിന് എക്സാമ്പിളാണ് ഗുജറാത്തിലുള്ള ഗിർ, അതുപോലെ കേരളത്തിലുള്ള പെരിയാർ, കർണാടകയിലുള്ള ബന്ദിപ്പൂർ, യു പിയിലുള്ള കോർബറ്റൊക്കെ ഈ നാഷണൽ പാർക്കിന് എക്സാമ്പിളാണ്. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ ഈ വന്യജീവി സങ്കേതമില്ല, അതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ആൻ ഏരിയ വിച്ച് ഈസ് റിസർവ്ഡ് ഫോർ ദി കൺസർവേഷൻ ഓഫ് ആനിമൽസ് ഓൺലി. ആനിമൽസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം റിസർവ് ചെയ്ത ഒരു ഏരിയയാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ളത്. അതിന് എക്സാമ്പിളാണ് നൽ സരോവർ, ഗുജറാത്തിലെ വാട്ടർ ബേർഡ്സ്. നൽ സരോവർ ഇതിനൊരു എക്സാമ്പിളാണ്. അതുപോലെ തമിഴ്നാട്ടിലുള്ള മുതുമല അതൊക്കെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിന് എക്സാമ്പിളാണ്. പിന്നെ ദിസ് വുഡ് പ്രിസർവ് ദി ടോട്ടൽ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഇൻ ദി റീജിയൻ. ഇതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ മൊത്തം ഡൈവേഴ്സിറ്റിനെ പ്രിസേർവ് സംരക്ഷിക്കുന്നതാണ്. The species cannot be preserved individually as they are all independent on each other.
ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവരെവിടെയാണോ അവരുടെ ഹാബിറ്റിൽ അവിടെ വെച്ച് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവയെല്ലാം അങ്ങനെ അവരിപ്പം താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇവയെല്ലാം പരസ്പരം സ്വതന്ത്രമായതിനാൽ അവയെ സംരക്ഷിക്കാൻ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് എക്സിറ്റു കൺസർവേഷൻ. നമ്മൾ പറഞ്ഞു ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹാബിറ്ററ്റിനകത്ത് വെച്ച് തന്നെ അവരെ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹാബിറ്ററ്റിൽ പുറത്ത് കൊണ്ടുവന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻ ഇൻവോൾവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദി ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റ്. അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. This type of conservation is mainly done for conservation of crop varieties and wildlife. വിള ഇനങ്ങളുടെയും അതുപോലെ വന്യജീവികളുടെ സംരക്ഷണത്തിനാണ് പ്രധാനമായിട്ടും എക്സിറ്റു കൺസർവേഷൻ നടത്തുന്നതാണ്. ഇറ്റ് ഇൻവോൾവ്സ് മെയിൻറ്റെയിൻസ് ആൻഡ് ബ്രീഡിംഗ് ഓഫ് endangered plant and animal species under controlled condition. ഈ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന പ്ലാന്റ് അതുപോലെ ആനിമൽസിനൊക്കെ ഈ പരിപാലിക്കുക, അതുപോലെ ബ്രീഡിങ് ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് എക്സിറ്റു കൺസർവേഷൻ ആർ ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്സ്, മൈക്രോബിയൽ കൾച്ചറൽ കളക്ഷൻ, സുവോളജിക്കൽ ഗാർഡൻ. എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്, ഈ മൈക്രോബിയൽ കൾച്ചറൽ കളക്ഷൻ, സുവോളജിക്കൽ ഗാർഡൻസ് ഒക്കെ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസർവ്സ് NBPGR ന്യൂഡൽഹി പ്രിസർവ്സ് അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ആണ്. ന്യൂഡൽഹി അഗ്രികൾച്ചർ അതുപോലെ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ NBAGR ഹരിയാന ഈ ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ സെമനൊക്കെ ഹരിയാന പ്രിസർവ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് പറയുന്നത് മെനി എൻഡാഞ്ചർഡ് സ്പീഷീസ് ക്യാൻ ബി പ്രിസർവ് ഡ്യൂ ടു സ്പീഷീസ് കെയർ ആൻഡ് അറ്റൻഷൻ. പ്രത്യേക ഈ കെയറും അറ്റൻഷൻ കൊണ്ട് നമുക്ക് ഈ വംശനാശ ഭീഷണി നേരിടുന്ന പല സ്പീഷീസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. ദ ഡിസഡ്വാൻറ്റേജസ് ആർ ഇറ്റ്സ് എക്സ്പെൻസീവ്, ഫ്രീഡം ഈസ് ലോസ്റ്റ് ഫോർ ആനിമൽസ് കനോട്ട് സർവൈവ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്ററ്റ്. ഈ ഒരു എക്സിറ്റു കൺസർവേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആണ്. കാരണം നമ്മൾ അവരെ ആയിരിക്കുന്നിടത്ത് നിന്ന് പുറത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ പ്രൊട്ടക്ട് ചെയ്യില്ല. അപ്പം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം. അപ്പോൾ അതിന് എക്സ്പെൻസീവ് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഫ്രീഡം ഈസ് ലോസ്റ്റ് ഫോർ ആനിമൽസ്, അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുകയാണ്. കാരണം സൂ ഒക്കെ നമ്മുടെ എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. അപ്പം അവിടെയുള്ള ആനിമൽസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിടുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രീഡം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആനിമൽസ് കനോട്ട് സർവൈവ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന്. അവരുടെ ആനിമൽസ് നാച്ചുറൽ ഹാബിറ്റിൽ നിലനിൽക്കാൻ കഴിയില്ല അവിടുത്തെ ആനിമൽസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇക്കോസിസ്റ്റത്തെക്കുറിച്ച്, അതുപോലെ പിരമിഡിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു. ഇപ്പം നമ്മൾ പിന്നെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പഠിച്ചു. ഇപ്പം നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ കുറിച്ച് പഠിച്ചു. രണ്ട് തരത്തിലുള്ളതാണ്, ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എക്സിറ്റു എന്ന് പറഞ്ഞാൽ അവരുടെ ഹാബിറ്ററ്റിന് പുറത്ത് കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞത്. ഇത്രയാണ് നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്.